അപ്പോൾ കുടുംബം എന്ന പദത്തിന്റെ ആ വിപുലമായിട്ടുള്ള അർത്ഥം അതിനെ ധരിക്കാതെ കുടുംബം എന്നത് വെറും ഇബ്ബത്തിന് മാത്രമുള്ള ഇടമായിട്ട് നാം കണക്കാക്കരുത്. ഭാരതീയ ചിന്തകൾ എല്ലാം തന്നെ വേദത്തിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഹിന്ദുക്കൾക്ക് സംഘടന ബുദ്ധി കുറവാണ്, സംഘടിക്കുവാനുള്ള ആ ഒരു ചിന്ത ഹിന്ദുക്കൾക്ക് കുറവാണ്. എന്തുകൊണ്ട്? അതിൽ യാതൊരു വിധത്തിലും അത്ഭുതപ്പെടാനോ ആശ്ചര്യകരമായിട്ടോ ഒന്നുമില്ല. കാരണം വേദാധിഷ്ഠിതമായ ചിന്താധാരയുള്ള ഓരോ ഹിന്ദുവിനും അപരനോ ഇതരനോ പരനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒന്നുപോലെ കാണുവാനുള്ള ആ ഒരു മനസ്ഥിതി ഹിന്ദു സമുദായത്തില് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലരെയും നല്ലവരോ ചീത്തയോ നല്ലതോ എന്ന് ഒന്നും തന്നെ ചിന്തിക്കാതെ എല്ലാവരെയും സ്വാംശീകരിക്കുവാനുള്ള ഒരു വിശാല ബുദ്ധി ഹിന്ദുവിന് ഉണ്ടായത്. അതുകൊണ്ട് സംഘടിതരാക്കുവാൻ ഹിന്ദുവിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുവിന്റെ ആ സംഘടനാ പാടവം വളരെ ശുഷ്കമാണ്. അതില് അത്ഭുതപ്പെടാനായിട്ട് ഒന്നും ഇല്ല. ഓരോ വ്യക്തികള്, ഓരോ കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികളുടെയും പ്രഭവ സ്ഥലമാണ് കുടുംബങ്ങൾ. ഓരോ വ്യക്തികളും ആ വ്യക്തികൾ കാണുന്ന സമുദായത്തിനും ആ വ്യക്തികളുടെ ചുറ്റുപാടുകൾക്കും അനുസരിച്ച് വളർന്ന് വലുതായി വികസിച്ചു വരുന്നു. അച്ഛനമ്മമാരുടെ പ്രവർത്തനങ്ങള്, അവരുടെ ആചാരശീലങ്ങള്, അവരുടെ രുചികള്, ഇതെല്ലാം കുട്ടികളെ നല്ലതുപോലെ ബാധിക്കുന്നതാണ്. നമ്മുടെ കുട്ടിക്ക് പുളി എന്ന് പറയുമ്പോൾ പുളി കഴിക്കാത്ത ഒരു കുട്ടിക്കും അച്ഛനും അമ്മയും പുളി കഴിച്ച് അതിന്റെ ആ പുളിരസത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നാവിനടിയിൽ ഉമിനീര് വരുന്നു എങ്കിൽ അച്ഛനമ്മയിൽ നിന്നും ഉണ്ടായ ഈ കുട്ടിക്കും ആ പുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉമിനീര് വരും. അതേസമയം ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പുളി കഴിച്ച ഒരു അനുഭവമോ പുളി എന്താണെന്നോ മനസ്സിലാവില്ല. അതൊരു വസ്തു, അത്രമാത്രമേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാഷ അച്ഛനും അമ്മയും ഉപയോഗിച്ചും പ്രയോഗിച്ചും പഠിച്ചും വന്ന ആ ഭാഷ നമുക്ക് നഷ്ടമായി. നമ്മുടെ വേദങ്ങളെയും ഇതിഹാസങ്ങളെയും ഉപനിഷത്തുക്കളെയും പരമമായിട്ടുള്ള ആരാധനാഭാവത്തിലൂടെ നോക്കി ഇവിടെ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയി വിദേശങ്ങളിൽ പോയി അവരത് പഠിച്ച് അവർക്ക് അതിനോടുള്ളായിരുന്ന ആരാധന എത്രമാത്രം അഗാധമായിരുന്നു എന്ന് നമുക്ക് കരുതാം, മനസ്സിലാക്കാം. ആ അഗാധമായ ആരാധനയുടെ ഫലമായി അവർ നമ്മുടെ വേദഗ്രന്ഥങ്ങളെയും ഉപനിഷത്തുക്കളെയും എല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി മൊഴിമാറ്റം ചെയ്ത് നമുക്ക് തന്നെ തിരിച്ചു തന്നപ്പോൾ ആ തനതായ നമ്മുടെ ഭാഷയിലുള്ള ആ ഗ്രന്ഥങ്ങളെക്കാൾ നാം വില കൽപ്പിച്ചത് മൊഴിമാറ്റം ചെയ്തതിനെയാണ്. കാരണം നമുക്കെന്നും ഒരു അടിമത്വ മനോഭാവം ഇംഗ്ലീഷുകാരോട് ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം. ഇംഗ്ലീഷ് ഭാഷയെ തള്ളിപ്പറയുകയല്ല. എത്ര ഭാഷ പഠിച്ചാലും എത്ര തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയി നിങ്ങൾ താമസിച്ചാലും എല്ലാം പുതിയ അനുഭവങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഭാഷ, കുടുംബം, നമ്മുടെ അമ്മ, അത് മറക്കാൻ പാടില്ല. ചൂടാൻ മലരും ഘനമായി തോന്നിന ദോഹത കാലത്തിൽ ചുമന്നിരിപ്പൂ ദുർഭരഗർഭം സുഖേന ജനയിത്രി. ആ മാതൃഭാഷ എന്നാൽ നമ്മുടെ അമ്മയാണ്. ഏതുപോലെയാണോ ഒരു പൂവ് ചൂടുന്നത് പോലും വളരെ പ്രയാസമായിരിക്കുന്ന ആ ഗർഭകാല സമയത്ത് തന്നെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ സന്തോഷത്തോടും സ്നേഹത്തോടും അഭിമാനത്തോടും കരുതലോടും കൂടി ഒരമ്മ വളർത്തിക്കൊണ്ടുവരുന്നത് ഇന്ന് അമ്മയ്ക്കും അച്ഛനും കുടുംബത്തിൽ എത്രമാത്രം മക്കൾ കരുതൽ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കുറിതൊട്ട് സീമന്തരേഖയിൽ സിന്ദൂരമണിഞ്ഞുള്ള സുമംഗലികളുണ്ട്.
സെറ്റ് മുണ്ടെടുത്തിരിക്കുന്നവരുണ്ട്, സാരി ധരിച്ചിരിക്കുന്നവരുണ്ട്. നമ്മുടെ ഹിന്ദുത്വത്തിന്റെ ചിഹ്നങ്ങളായിട്ടുള്ള ഇത്തരം ലക്ഷണങ്ങളോടുകൂടി ഇവിടെ ഇരിക്കുന്ന അമ്മമാരും അവരുടെ കൂടെ വന്നിരിക്കുന്ന അവരുടെ പതി ഭാവത്തിലിരിക്കുന്നവരും സഹോദര ഭാവത്തിലിരിക്കുന്നവരും മക്കളായിരിക്കുന്നവരും എല്ലാവരും നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ ഇതുപോലെ കുറി തൊട്ട് സെറ്റ് മുണ്ടെടുത്ത് വന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ അടുത്ത തലമുറയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികളോ ഇതുപോലെ വന്നിരിക്കുമോ? അവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃക്കൾ തന്ന ആ പാരമ്പര്യത്തെ കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്നുണ്ടോ? സാധിക്കുമോ? പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റം നമ്മുടെ ഓരോ വീടുകളെയും ആക്രമിക്കുന്നു. ആ പാശ്ചാത്യർ അത് വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. അവരുടെ മ്ലേച്ഛ ഭാഷയെ, യാതൊരു അർത്ഥവുമില്ലാത്ത ഭാഷ, യാതൊരു മൂല്യവുമില്ലാത്ത പൈതൃകം, യാതൊരു ചൈന, ജപ്പാൻ, നമ്മുടെ ഭാരതം എന്ന് തുടങ്ങിയ ആ രാജ്യങ്ങളിലുള്ള പൈതൃകം പോലും അവകാശപ്പെടാനില്ലാത്ത അമേരിക്ക അതുപോലെയുള്ള രാജ്യങ്ങളിലെ അവരുടെ ഭാഷയെ നിങ്ങൾ നിങ്ങളുടേതാക്കിയപ്പോൾ അവർ എത്രമാത്രം പരിഹാസത്തോടെ നമ്മളെ നോക്കുന്നുണ്ടാവും. നമ്മുടെ ഭാഷ, ഭാരതത്തിലെ ഓരോ സ്റ്റേറ്റിലെയും ഭാഷ വിഭിന്നമാണെങ്കിലും അതെല്ലാം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് പരമശിവന്റെ ഉടുക്കിൽ നിന്ന് പുറപ്പെട്ട മാഹേശ്വര സൂത്രങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ആ ഈ ഊൺ ഋക്ക് ഏയൊന്ന് അയ്യൗച്ച് ഹയവരട് ലണ് ചഭഞ്ഞ് ഞമങ്ങണ നമ ഘടദശ് ജപഘടദശ് കപചടദ ചടതവ കപയശേഷസര ഹല. ഇതാണ് മാഹേശ്വര സൂത്രങ്ങൾ. ഈ മാഹേശ്വര സൂത്രങ്ങളിൽ നിന്നും പാണിനി മഹർഷി ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള പരമപവിത്രമായ ഭാഷയാണ്, സാക്ഷാൽ മഹാദേവന്റെ വാണിയാണ് നമ്മുടെ ഭാഷ. നമ്മുടെ ഭാഷയെയാണ് നമ്മൾ പണയം വെച്ചുകൊണ്ട് മറ്റൊരു ഭാഷയെ, മ്ലേച്ഛ ഭാഷ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഭാഷയെ നാം നമ്മുടേതാക്കി വലിയ അന്തസ്സോടെ, എൻ്റെ കുട്ടിക്ക് മലയാളം വായിക്കാനേ അറിയില്ല, അവൾ എഴുതാൻ അറിയില്ല, ഇംഗ്ലീഷ് പറയൂ, ഇംഗ്ലീഷ് എഴുതൂ, ഇതൊക്കെ നമ്മൾ പറയുന്നത് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യമാണ്. ഭാഷകൾ ഒന്നും തന്നെ, വീണ്ടും പറയുന്നു, ഭാഷയെ വിമർശിക്കുകയല്ല. എത്ര ഭാഷ പഠിച്ചാലും നല്ലത് തന്നെ. ഭാഷകൾ നിങ്ങൾ പഠിക്കണം. ആ ഭാഷകൾ ഓരോന്ന് പഠിച്ച് ആ ഭാഷയിലെ സംസ്കാരത്തെ ഉൾക്കൊള്ളാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആ സംസ്കാരത്തെ കൊടുക്കാനായിട്ട് സാധിക്കണം. അടുത്ത ഒരു വിഷയം, ഒരു സ്ത്രീ ശരീരവും ഒരു പുരുഷ ശരീരവും യാതൊരു വിധത്തിലും താതാത്മ്യപ്പെട്ടു പോകുന്നതല്ല. അതുകൊണ്ട് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ 3 മാസം ആ ബീജത്തെ പുറന്തള്ളുവാനുള്ള ഒരു ടെൻഡൻസി ആ സ്ത്രീ ശരീരത്തിനുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ അത് ആ ശരീരത്തില് സ്വീകരിക്കാനായിട്ട് ആ സ്ത്രീ ശരീരത്തിന് താല്പര്യമില്ല. അതുകൊണ്ട് ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ 3 പ്രാവശ്യം വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്താൽ അവൾ ഗർഭിണിയാകുന്നതിന് മുൻപ് 8 ദേവതമാരാണ് ഇവർക്ക് കാവലുള്ളത്. നമ്മുടെ വേദത്തിൽ പറയുന്നതാണ് 8 ദേവതമാരാണ് കാവലുള്ളത്. പുരുഷന് ഇന്ദ്രൻ, മിത്രൻ, വരുണൻ എന്ന 3 ദേവതമാര്. ഈ 3 ദേവതമാര് പുരുഷന്റെ ഇന്ദ്രൻ എന്ന ദേവത ആ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന്റെ മനസ്സായും, മിത്രൻ എന്നത് കുഞ്ഞിന്റെ പ്രാണനായും, വരുണൻ എന്നത് ഒരു ഗർഭത്തിൽ അയാൾക്ക് എത്ര കുഞ്ഞ് ജനിക്കണം എന്ന നിർണയത്തെയും എടുക്കുന്നു. എന്നാൽ സ്ത്രീക്ക് കാവലായിട്ട് 5 ദേവതമാരാണ് ഉള്ളത്. സരസ്വതി, സിനിവാലി, വിഷ്ണു, തുഷ്ട്രാവ്, അതിഥി. ഈ 5 ദേവതകളിൽ സരസ്വതി കുട്ടിയുടെ ബുദ്ധിയായും, സിനിവാലി എന്ന ദേവത ഈ അണ്ടത്തെയും ബീജത്തെയും കൃത്യമായി ചേർക്കുന്നതിനും, വിഷ്ണു എന്ന ദേവത ഇതിനെ ഗർഭപാത്രത്തിൽ ചേർത്ത് വെക്കുന്നതിനും, തുഷ്ട്രാവ് എന്ന ദേവത ഈ കുട്ടിക്ക് ആകാരം നൽകുന്നതിനും
അതിഥി എന്ന് പറയുന്ന ദേവത ഈ കുട്ടിയെ ആ ഗർഭകാല സമയമത്രയും ഗർഭപാത്രത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിഷ്ണു യോനിം കൽപ്പയതു തുഷ്ടാരൂപാണി തികംശതു. വിഷ്ണുവാണ് നിർണയം ചെയ്യുന്നത് എവിടെ ജനിക്കണം. ആകാരത്തെ നൽകുന്നത് തുഷ്ടാവാണ്. അങ്ങനെയുള്ള ആ കുഞ്ഞിനെ കാവലായി ഇരിക്കുന്നത് ആരാണ്? അതിഥിയാണ്. അതിഥി ആരാണ്? മഹാവിഷ്ണുവിന്റെയും ഇന്ദ്രന്റെയും സകല ദേവതകളുടെയും മാതാവാണ് അതിഥി. ആ ദേവമാതാവായ അതിഥിയാണ് നാം ഓരോരുത്തരെയും ഗർഭപാത്രത്തിൽ സംരക്ഷിച്ചത്. അപ്പോൾ നാം ഓരോരുത്തരും ഗർഭപാത്രത്തിൽ ഇരുന്ന അത്രയും കാലം ദേവതാ സമാനമാണ്. അത് കഴിഞ്ഞ് ദേവതാ സമാനമായിട്ടുള്ള നമ്മൾ പുറത്തോട്ട് വരുമ്പോഴും നമ്മുടെ സകല ഇന്ദ്രിയങ്ങൾക്കും അവയവങ്ങൾക്കും ദേവതാ സങ്കല്പങ്ങളാണ്. ചെവിയുടെ ദേവത ദിഗ്ദേവത, കണ്ണിന്റെ ദേവത സൂര്യനും ചന്ദ്രനും. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും ഓരോ ഇന്ദ്രിയങ്ങൾക്കും അന്ധകരണങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അന്ധകരണങ്ങൾക്കും ദേവതാ സങ്കല്പമുണ്ട്. മൊത്തത്തിൽ ഒരു ദേവതാ സങ്കല്പമാണ് നമ്മുടെ ഹിന്ദു മതപ്രകാരം, ഹിന്ദുക്കളുടെ അഭിപ്രായ പ്രകാരം നാം ദേവതാ സമാനമാണ്. അതുകൊണ്ടാണ് ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. അതുകൊണ്ടാണ് നാം ദേവിയെ, നമ്മുടെ ചിത്താകുന്ന അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട്, ചിത്തത്തെ തപിപ്പിച്ചുകൊണ്ട് ദേവിയെ വിളിച്ചാൽ ദേവകാര്യ സമുദ്യത, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും അന്ധകരണത്തിന്റെയും ഒക്കെ കാര്യം സാധിപ്പിക്കുന്നതിനായി, അതൊക്കെ ദേവതകളാണ്, സാധിപ്പിക്കുന്നതിനായി ആ ദേവി പുറപ്പെട്ടു വരും. നമുക്ക് ആത്മാർത്ഥമായിട്ട് നാം ദേവിയെ പ്രാർത്ഥിച്ചാൽ കൃത്യമായി ദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അഗ്നിയുടെ കാര്യം പറഞ്ഞു. പന്തിരുകുല മഹാജ്യോതി, അവിടെ ആരാധിക്കുന്നത് അഗ്നിയെയാണ്. ദയാനന്ദ സരസ്വതി മഹാരാജ് പറഞ്ഞതുപോലെ അഗ്നി അഗ്രണീയാണ്. അഗ്നി കസ്മാത് അഗ്നി അഗ്രണീ ഭവതി. മുന്നിൽ നിന്ന് നയിക്കുന്നതാണ് അഗ്നി. അഗ്നേനയ സുപധാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ. അല്ലയോ അഗ്നി, ഞങ്ങളെ നല്ല വഴിയിലൂടെ നയിക്കൂ. അഗ്നി മൂർധ, അഗ്നിയാണ് മൂർധാവ്, സകലതിനും അഗ്നിയാണ്. നാം ഈ കാണുന്ന ജ്വലിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന, അടുപ്പ് കത്തിക്കുന്ന അഗ്നിയല്ല, ചിത്താകുന്ന അഗ്നി. നമുക്ക് വിശന്നാൽ ജഠരാഗ്നി, കഴിച്ചത് ദഹിക്കാൻ വൈശ്വാനരാഗ്നി, പ്രസവത്തിന് സൂതികാഗ്നി, ജ്ഞാനത്തിന് ജ്ഞാനാഗ്നി, കോപം വരുമ്പോൾ കോപാഗ്നി. പരമശിവന്റെ കോപാഗ്നിയിൽ കാമദേവൻ ദഹിച്ചുപോയി. കോപം വന്നാൽ കോപാഗ്നി. ഇപ്പൊ സകലത്തിനും അഗ്നിയാണ്. അഗ്നിയാണ് പഞ്ചഭൂതങ്ങളെ അഞ്ചിനെയും ചേർത്ത് നിർത്തുന്നത്. ആകാശം, വായു, അത് കഴിഞ്ഞാൽ അഗ്നി, പിന്നീട് വരുന്നത് ജലം, ഭൂമി. അപ്പോൾ ആകാശത്തെയും വായുവിനെയും ജലത്തെയും ഭൂമിയെയും ഘടിപ്പിച്ചു നിർത്തുന്നതാണ് അഗ്നി. ആ അഗ്നി നന്നായി പ്രവർത്തിച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഗ്നി നന്നായി പ്രവർത്തിച്ചാൽ നമുക്ക് ജീവിതം പ്രവൃദ്ധമാകും. യാതൊരു സംശയവുമില്ല. നമ്മുടെ വേദങ്ങളിൽ അഗ്നികർമ്മങ്ങളെ കുറിച്ച് കൂടുതൽ പറയുന്നു. പ്രത്യേകിച്ച് യജുർവേദം തൈത്തിരീയ കൃഷ്ണ യജുർവേദം തൈത്തിരീയ സംഹിതയിൽ പരിപൂർണമായി അഗ്നികർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. കർമ്മവും ജ്ഞാനവും പരസ്പര പൂരകങ്ങളാണ്. ജ്ഞാനം കൂടാതെ കർമ്മവും, കർമ്മം കൂടാതെ ജ്ഞാനവും സാധ്യമല്ല. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ കർമ്മം യോഗമായിട്ട് ചെയ്യുക, ഈശ്വര സമർപ്പണമായിട്ട്. ഇദം നമമ അഗ്നയേ സ്വാഹ, അഗ്നയേ ഇദം നമമ എന്ന് നിർണയം വരുത്തി, നിർണയം വരുത്തി പറയുന്നു, ഇതെന്റേതല്ല എന്ന്. അപ്പൊ ഓരോ കുടുംബങ്ങളിലും അഗ്നിഹോത്ര കർമ്മങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പന്തിരുകുല ആശ്രമ സന്നിധിയിൽ സ്വാമിജി അഗ്നിഹോത്രം പഠിപ്പിക്കുവാനായിട്ട് ഒരു 250-ൽ പരം പേരുണ്ടായിരുന്നു, ഇല്ലേ?
അഗ്നിഹോത്ര കർമ്മങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് അവിടുത്തെ ഓരോരുത്തർക്കും ഹോമകുണ്ടങ്ങൾ സ്വാമിജി വാങ്ങിക്കൊടുത്ത് അഗ്നിഹോത്രം ചെയ്യാൻ പഠിപ്പിച്ചു. ആ അഗ്നികർമ്മങ്ങൾ നമ്മെ കൂടുതലായിട്ട് മുന്നോട്ട് നയിക്കും. ആഗോളതാപനം നാം കണ്ടുവരുന്നു. ഈ ആഗോളതാപനം ഇപ്പോൾ ധാരാളമായി അഗ്നിബാധകളെ നാം കാണുന്നു. ഇതെല്ലാം തന്നെ അഗ്നിയുടെ കോപമാണ്. അഗ്നി കോപിച്ചാൽ എല്ലാ പഞ്ചഭൂതങ്ങളും ഒരുപോലെ കോപിക്കും. പഞ്ചഭൂതങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ടും മലിനപ്പെടുത്തിക്കൊണ്ടും കൊടുങ്കാറ്റും സുനാമിയും ഉണ്ടാകുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, നദികൾ മലിനമാകുമ്പോൾ, ഇതിനെല്ലാം നാം തന്നെ ഉണ്ടാക്കി വെച്ച് ഇതിന് പരിഹാരം തേടി നാം അലയുകയും ഇതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് നാം കമ്മീഷനുകളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പഞ്ചഭൂതങ്ങളുടെ മലിനീകരണം കൊണ്ട് അറിയപ്പെടാത്തതും കാണാത്തതും അറിയാത്തതുമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പ്രത്യേക വിഭാഗങ്ങളെ ഉണ്ടാക്കുന്നു. എന്തിന്? ആലുവയില് എൻ്റെ അമ്മ അവരുടെ പേരക്കുട്ടികളെ ആലുവാപ്പുഴയിൽ കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ കരയിലിരുത്തി മൂത്രം ഒഴിച്ചിട്ട് വേണം കുളിക്കാൻ പുഴയിൽ ഇറങ്ങാൻ പറയും. ആ കൊച്ചു കുഞ്ഞിന്റെ 2-3 വയസ്സുള്ള ആ കുഞ്ഞിന്റെ ഒരു 50 ml പോട്ടെ 100 ml മൂത്രം പോലും ആ പുഴയെ മലിനമാക്കരുത് എന്ന് സ്കൂളിന്റെ പടി പോലും കണ്ടിട്ടില്ലാത്ത ആ അമ്മയ്ക്ക് സാമാന്യ ബുദ്ധി ഉണ്ടായിരുന്നു. ഫാക്ടറികളിലെ മാലിന്യങ്ങൾ പുറന്തള്ളുന്ന അഭ്യസ്ത വിദ്യരായ ആധുനികനായിട്ടുള്ള ഇന്നത്തെ ആളുകൾ അതിനെക്കുറിച്ച് അല്പമെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇതിന്റെ എല്ലാം പരിണിത ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്കാരം, നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മളുടെ കർമ്മം, ഇതെല്ലാം ശുദ്ധമായി ഇരിക്കുവാനായിട്ട് ഓരോ കുടുംബത്തിലെ ഓരോ അമ്മമാരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മുടെ ഋഗ്വേദത്തിലെ അവസാനത്തെ സൂക്തമാണ് സ്വാമിജി പറഞ്ഞ ഐക്യമത്യ സൂക്തം. ഐക്യമത്യ സൂക്തം നമുക്ക് ചൊല്ലിക്കൊണ്ട് ഈ ചെറിയ വാക്കുകളെ ക്ഷേത്രദേവതയായ ഭുവനേശ്വരി അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. ഐക്യമത്യ സൂക്തം. ശക്തി എന്ന പേരിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് ഒരു സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ട്. അത് ആദിപരാശക്തിയായ ദേവിയുടെ നാമത്തിലാണ്. അതില് ഇവിടെ നിന്നുള്ള അമ്മമാർക്കും പങ്കുചേരാം. സ്വാമിജിയുടെ അടുത്ത് ഫോൺ നമ്പർ ഉണ്ട്. സ്വാമിജിയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു മാതൃസമിതി രൂപീകരിക്കണം. അപ്പോൾ ഇവിടെയുള്ളതുമോ സംശ്രമേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസുന്യാഭര സംഗച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനി സമാനം മനഃസഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോ ഹവിഷാജുഹോമി സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു വോ മനോ യഥാ വസ്സു സഹാസതി.